നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിജയകഥ എന്ന് പറയുന്നത് ഒരു റിലേഷൻഷിപ്പ് സംബന്ധിച്ചുള്ളതാണ്. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് സംബന്ധിച്ച് ഒരുപാട് ആൾക്കാർ എൻക്വയറിക്ക് വിളിക്കാറുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ രണ്ട് ടെക്നിക്ക് ചെയ്താൽ സംഭവിക്കുന്ന മാജിക് ഒന്നുമല്ല റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണ്. അത് നമ്മളത് ഒരുപാട് നാളുകളായിട്ട് പറയുന്ന കാര്യമാണ്. നിങ്ങൾക്കത് ഇനി അനുഭവത്തിൽ വന്നിട്ടില്ലെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾ എളുപ്പപ്പണികളെല്ലാവരും പലരും ചെയ്തിട്ടാണ് അവസാനം ഏതെങ്കിലും ട്രെയിനറിനെ വിളിക്കുന്നത്, അല്ലേ? അപ്പോൾ നിങ്ങൾ ഈ എളുപ്പപ്പണി എല്ലാം ചെയ്തിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് കൈവിട്ട് പോവുകയാണെങ്കിൽ മനസ്സിലാക്കേണ്ടത്, വളരെ സിംപ്ലിഫൈഡ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്കും നിങ്ങൾ ആരെയാണ് അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്, നിങ്ങൾ ആരെയാണോ തിരിച്ചു കൊണ്ടുവരാൻ വരുന്നത് ശ്രമിക്കുന്നത്, ഇവർക്കും ഉണ്ട് എന്ത് ജീവനും ഊർജവും ഫ്രീക്വൻസി എല്ലാം ഒന്ന് മനസ്സിലാക്കുക. നിങ്ങൾ അതിൻ്റെ താഴെയാണെങ്കിൽ നിങ്ങൾ എന്ത് ടെക്നിക്ക് ചെയ്താലും കാര്യം നടക്കത്തില്ല. നിങ്ങളുടെ എനർജി ലെവൽ അത്രയും ഹയർ ആകണം എന്നുള്ള ബേസിക് കോമൺ സെൻസിലേക്ക് എത്താൻ ശ്രമിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള കാര്യത്തിനനുസരിച്ചാണ് നമ്മൾ കാര്യങ്ങളെ പ്രാക്ടിക്കലായിട്ട് കണ്ടാണ് നമ്മൾ പരിശീലിപ്പിക്കുന്നതും കാര്യങ്ങളെ വസ്തുനിഷ്ഠമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. അത് വസ്തുനിഷ്ഠവും ആത്മനിഷ്ഠവുമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക്, സെൻസ് മനസ്സിലാക്കി ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് വേണ്ടതും അതിനപ്പുറത്തേക്കുള്ള സാഹചര്യങ്ങൾ വരും. സോ അത്തരത്തിലുള്ള റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചുള്ളൊരു സക്സസ് സ്റ്റോറിയാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. കേൾക്കുക, കേട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അത് പലരും പറയും ഏത് ടെക്നിക്കാണ് നിങ്ങൾ മനസ്സിലാക്കി, നിങ്ങൾ അതിൽ നിന്ന് ഇപ്പോഴും കരകയറിയിട്ടില്ലെങ്കിൽ പലരും ചോദിക്കുന്നുണ്ട് അത് മൊത്തം പറഞ്ഞില്ലല്ലോ എന്ന്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഞാൻ എന്താ പഠിപ്പിക്കുന്നത്, ഞാൻ എങ്ങനെ പഠിപ്പിക്കുന്നത് മനസ്സിലാകാത്ത ആൾക്കാർക്ക് നിങ്ങൾ എന്നെ കാണുന്നതും മറ്റ് ട്രെയിനർമാരെ പോലെ ഒരു ടെക്നിക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് കാണുന്നതെങ്കിൽ ഐ എം വെരി സോറി ടു സേ, നിങ്ങൾക്ക് പറ്റിയ ചാനലിനെ അല്ലത്, നിങ്ങൾക്കുള്ള ആളെ അല്ല ഞാൻ. ഇതിനെ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് ലൈഫിൻ്റെ സെൻസ് മനസ്സിലാക്കി ഇന്ന് കിട്ടിയത് എന്നും കയ്യിലുണ്ടാവണം എന്നുള്ള സെൻസിലേക്ക് ജീവിതത്തെ കാണുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ള ചാനലാണിത്. അത്തരത്തിൽ കാര്യങ്ങളെ ഹയർ വൈബ്രേഷൻ ഫ്രീക്വൻസി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ള ചാനലാണിത്. അതല്ലാതെ വളരെ വളരെ ബാലിശമായിട്ട് ഒരു ടെക്നിക്ക് പറഞ്ഞു തരൂ, ആ ടെക്നിക്കിൽ ഞാൻ അത് പറഞ്ഞു തരുന്ന ആൾക്കാരോട് നിങ്ങൾ ചോദിക്കുക. ടെക്നിക്ക് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരോട് നിങ്ങൾ അത്തരത്തിലുള്ള സംശയങ്ങൾ ചോദിക്കുക. കാരണം അവിടെ സംശയം ചോദിച്ചിട്ടും ഫലമില്ലാഞ്ഞിട്ടാണല്ലോ നിങ്ങൾ വീണ്ടും നമ്മളെടുത്തോട്ട് വരണേ. അപ്പോൾ അതിൽ നിന്ന് പറഞ്ഞു തരുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ പിന്നെ നിങ്ങൾ തന്നെ ഈ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് മോശം പറഞ്ഞു നടക്കും. ലോ ഓഫ് അട്രാക്ഷൻ ഇല്ലാന്ന് നിങ്ങൾ തന്നെ പറയത്തുള്ളൂ, വേറെ ആരുമല്ല. ലോ ഓഫ് അട്രാക്ഷൻ ഉണ്ടെന്ന് വിശ്വസിച്ചവർ തന്നെ ആയിരിക്കും ഇല്ലെന്നും പറഞ്ഞ് നടക്കാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു. ഹായ് ഓൾ, ഞാനൊരു സക്സസ് സ്റ്റോറി ഷെയർ ചെയ്യാനായിട്ടാണ് ഈ വോയിസ് ഇടുന്നത്. ഞാൻ സാറിനെ കോണ്ടാക്ട് ചെയ്യുന്നത് 2022 ഏപ്രിലാണ്. അപ്പോൾ ഞാൻ ഹസ്ബൻഡായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇഷ്യൂ, അതായിരുന്നു മെയിൻ റീസൺ സാറിനെ കോണ്ടാക്ട് ചെയ്യാനായിട്ട്. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് 11 വർഷമായി എൻ്റെ. അപ്പം ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഹസ്ബൻഡ് ഞാനും തമ്മിൽ. അപ്പം ഞാൻ ഒരു 2022 ആയപ്പോഴേക്കും ഒരു സ്റ്റേജ് എത്തി, ലൈക്ക് ഇനി മുന്നോട്ട് പോയാൽ ശരിയാവില്ല എന്നുള്ള ഒരു അവസ്ഥ എത്തി. അപ്പം ഇനി ഡിവേഴ്സ് ചെയ്യണോ അതോ ഇനി ഈ റിലേഷൻഷിപ്പിൽ തന്നെ മുന്നോട്ട് പോകണോ, അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതിരിക്കുന്ന ഒരു സമയത്താണ്, ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഞാൻ സാറിനെ കോണ്ടാക്ട് ചെയ്യണത്. അത് ഞാൻ സാറിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. പിന്നെ അതിനിടയിൽ ചെറുതും വലുതുമായ മാനിഫെസ്റ്റേഷൻസൊക്കെ സംഭവിച്ചു. അതിൽ എനിക്ക് ജോബ് മാനിഫെസ്റ്റേഷൻ, ജോബ് ചേഞ്ച്, അതൊക്കെ അതിനിടയിൽ നടന്നു. സാർ അതെനിക്ക് തോന്നുന്നു യൂട്യൂബിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ആ സക്സസ് സ്റ്റോറി. അപ്പോഴായ കൂടെ ഞാൻ സാറിൻ്റെ തന്നെ കോണ്ടാക്ട് ചെയ്യുന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, റിലേഷൻഷിപ്പ് ഇഷ്യൂവിന് വേണ്ടിയിട്ടാണ്. അത് മാത്രം ഇങ്ങനെ സോൾവ് ചെയ്യാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ സാറിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ കോഴ്സിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ജോയിൻ ചെയ്ത് തൊട്ട്. അതിനിടയിൽ അഡ്വാൻസ് കോഴ്സിൽ നമ്മൾ പാസ്റ്റ് ലൈഫൊക്കെ എടുക്കുമ്പോൾ നമ്മൾ കർമ്മ പാർട്ട്നേഴ്സിനെയും സോൾമേറ്റ്സിനൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു. അപ്പം ഹസ്ബൻഡ് ഒരു കർമ്മ പാർട്ട്ണറാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ അധികം ഞാൻ കർമ്മ പാർട്ട്ണറുടെ നിന്ന് എക്സ്പെക്റ്റേഷൻ നന്നായി കുറച്ചു. കർമ്മ പാർട്ട്ണർ ആണെങ്കിൽ ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് അറിയാലോ. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോയി. പിന്നെ കർമാസൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ ആദ്യമൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ലൈഫിൽ കുറേ നെഗറ്റീവ്സും സംഭവിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ
എല്ലാം ആക്സെപ്റ്റ് ചെയ്ത് യൂണിവേഴ്സിന് സറണ്ടർ ചെയ്ത് സോള് പറയുന്ന പോലെ മുന്നോട്ട് പോകാൻ തുടങ്ങി. പിന്നെ അങ്ങനെ ഈ പ്രശ്നം സ്റ്റിൽ റിസോൾവ് ആയിട്ടില്ലെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ലൈഫ് മുന്നോട്ട് പോവുകയാണ്. എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ഈ ഒരു വിഷമം കിടന്നിരുന്നു. എന്നാലും എനിക്ക് മാത്രം ഇങ്ങനൊരു ലൈഫായി പോയല്ലോ എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഹസ്ബൻഡ് ഒരു വേറൊരു വേൾഡിലാണ് ജീവിക്കുന്നത്, ഞാൻ എൻ്റെ വേറൊരു വേൾഡിൽ, അങ്ങനെ ഒരു ലൈഫായിരുന്നു ഞങ്ങളുടെ. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സോളിന് വേണ്ടത് അറിഞ്ഞോ അറിയാതെ എന്തൊക്കെയോ ചെയ്തു എന്ന് തോന്നുന്നു. എനിക്ക് വളരെ എന്താ പറയുക, ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ലൈഫിൽ വന്നു, സോൾമേറ്റ്സ് വന്നു ലൈഫിൽ. അതുമൂലം ഒരുപാട് ഹാപ്പിനെസ് ഉണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ പയ്യെ ഹസ്ബൻഡിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ഹസ്ബൻഡ് ഞാൻ എൻ്റെ ഒരു ലൈഫ് ടൈമിൽ ഇങ്ങനെ സംഭവിക്കുന്നത് വിചാരിച്ചതല്ല, എന്നാൽ കൂടെ ഹസ്ബൻഡ് പതിയെ ചേഞ്ച് ആവാൻ തുടങ്ങി. ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത കാര്യങ്ങൾ എനിക്ക് ഹസ്ബൻഡിൽ നിന്ന് കിട്ടാൻ തുടങ്ങി. ഒരു സ്നേഹമായാലും കെയറിങ് ആയാലും റെസ്പെക്റ്റ് ആയാലും എല്ലാം എനിക്ക് കിട്ടാൻ തുടങ്ങി. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പ്രൗഡ്ലി പറയണു, ഞാൻ ഒരാളുടെ മനസ്സ് മാറ്റാൻ പറ്റി ഈ ഒരു സാറിൻ്റെ കോഴ്സിലൂടെ. അപ്പോൾ എനിക്ക് ഇപ്പം ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാൻ ഓരോ എന്താ പറയുക, ഓരോ മൊമെൻറ്റും ലൈഫിൻ്റെ എൻജോയ് ചെയ്യാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം സാർ എപ്പോഴും പറയാറുള്ളത് പോലെ, നമ്മൾ സോളിന് വേണ്ടത് ചെയ്തു കൊടുത്താൽ മനസ്സിന് ഇഷ്ടപ്പെട്ടത് നമ്മളെ തേടി വരും എന്നുള്ള കാര്യം സത്യമാണെന്ന് എനിക്ക് ഇപ്പം മനസ്സിലായി. അതുപോലെ തന്നെ ഇപ്പം ഒരാളുടെ മനസ്സ് മാറ്റാൻ പറ്റും എന്നുണ്ടെങ്കിൽ, ആ ഒരു മാനിഫെസ്റ്റേഷൻ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു മെറ്റീരിയലിസ്റ്റിക്സ് ഗോൾസും ബുദ്ധിമുട്ടുള്ളതല്ല എന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ എനിക്ക് ഇനിയും ഒരുപാട് സക്സസ് സ്റ്റോറീസ് പറയാൻ പറ്റട്ടെ എന്ന് ഞാൻ തന്നെ പ്രാർത്ഥിക്കണു. പിന്നെ എല്ലാം ഇപ്പം എൻ്റെ ലൈഫിൽ സംഭവിച്ച എല്ലാ നല്ല കാര്യങ്ങൾക്കും എല്ലാം ഇടയാക്കിയ സർവേശ്വരനും യൂണിവേഴ്സിനും അരവിന്ദ് സാറിനോടും എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ്, താങ്ക് യു സോ മച്ച്.